ഹലോ ഓൾ, ഇന്നൊരു സൺഡേ ആയിട്ട് നമ്മുടെ സൺഡേ ഈവനിങ് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാലോ? ഞങ്ങൾ ഇന്ന് ശംഖുമുഖം ബീച്ചിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതാ പോകുമ്പോൾ നിങ്ങൾ കണ്ടോ, ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ടെക്നോ പാർക്ക്. ഞാനും ടെക്നോ പാർക്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് UST ഗ്ലോബലാണ് ഈ എൻട്രി. അത് കഴിഞ്ഞിട്ട് ഇൻഫോസിസ് കാണാം നമുക്ക്. പിന്നെ ഇതാ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ട്. റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാള്. ഇന്നെന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഇന്നെന്തോ അത്യാവശ്യം വലിയ ക്രൗഡൊന്നും കാണുന്നില്ല സൺഡേയിൽ. ഇല്ലെങ്കിൽ നോർമലി റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതാണ്. ഇന്നെന്തോ അധികം ക്രൗഡൊന്നും ഫീൽ ചെയ്തില്ല. ഇത് നമ്മൾ എയർപോർട്ട് റോഡ് കയറി കേട്ടോ. ഇത് ഇനി നമ്മൾ റൗണ്ട് അടിച്ച് വേണം ബീച്ചിലെത്താൻ. കുറച്ച് ലാഗിങ് ആണ്. ചില ടൈമിൽ നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യുന്ന പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റും. വളരെ റെയർ ആയിരിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു ടെമ്പിളുണ്ട് ശംഖുമുഖം ബീച്ചിനടുത്തായിട്ട് തന്നെ. നമുക്ക് ബീച്ചിൽ കയറുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ പാർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ്. നോർമലി നമ്മൾ ഇവിടെ വന്നാണ് പാർക്ക് ചെയ്യാറ്. ഫിക്സഡ് ചാർജാണ്, 20 റുപ്പീസാണ് അവർ ചോദിക്കാറ്. വളരെ റെയറായിട്ട് മാത്രം ഒരു തവണ എന്തോ ഇത് ഫുള്ളായിട്ട് നമുക്ക് വേറെ ബീച്ചിൽ പോകേണ്ടി വന്നിട്ടുള്ളൂ. അല്ല വേറെ ലൊക്കേഷൻ എവിടെയില്ല. നമുക്ക് പാർക്കിംഗ് ഇതിനകത്ത് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇടാൻ പറ്റും. പക്ഷേ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ പെറ്റ്സിനെയൊക്കെ അവർ വിൽക്കുന്നുണ്ട്. ഇവിടെ ഫുൾ എപ്പോഴും ക്രൗഡഡ് ആണ്. കുറേ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്സും അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും. ഇത് കണ്ടോ നിങ്ങളുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ 100 രൂപ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട്, അവർ റിമോട്ട് കൺട്രോൾഡ് വെഹിക്കിളാണിത്. അവർ ഒരു 2 റൗണ്ട് അടിക്കും 100 രൂപയ്ക്ക്. പിന്നെ കുറേ ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്. പിന്നെ ടീ, സ്നാക്സ്, അതേപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. നല്ല കാറ്റും ഒക്കെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നടക്കാനൊക്കെ ആണെങ്കിലും സ്പേസ് ഉണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങിയാലും അങ്ങോട്ട് പോയാലും അത്യാവശ്യം നല്ല സ്പേസാണുള്ളത്. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. റൈഡിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മളെ കൊണ്ടിട്ട് 2 റൗണ്ട് അടിക്കും, ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ. ആദ്യമോന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങൾ പയ്യെ ബീച്ചിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ബീച്ചിലേക്ക് ഇറങ്ങിയാൽ പിന്നെ കുഞ്ഞിനെ കിട്ടൂല കേട്ടോ. അവൻ വെള്ളത്തിൽ തന്നെ കളിയായിരിക്കും. പിന്നെ എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ സ്പെയർ ഡ്രസ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളെ കൊണ്ട് ബീച്ച് വന്നാൽ ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ബീച്ച് സൺസെറ്റ് കാണാൻ നല്ല വ്യൂ ആയിരുന്നു. വേവ്സും അതുപോലെ കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. നോർമലി ഇത്രയും കയറുന്നതായിട്ട് തോന്നാറില്ല. ഇത്തവണ പെട്ടെന്ന് വേവ്സ് കയറി വരുന്നുണ്ടായിരുന്നു. നല്ലൊരു ഈവനിങ് ടൈം കുട്ടികളെ കൊണ്ട് വരാൻ നമുക്ക് എപ്പോഴും ബീച്ച് ഒരു പ്രത്യേക രസമല്ലേ. പിന്നെ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു നൈറ്റ് ആവാൻ തുടങ്ങി, ഇരുട്ടി തുടങ്ങിയപ്പോൾ നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങി നമ്മൾ ഞാൻ പറഞ്ഞ ടെമ്പിൾ റൈറ്റ് സൈഡിൽ കണ്ട് നമ്മളപ്പോൾ തിരിച്ച് വീട്ടിലേക്കല്ല, നമ്മൾ MOTയിലും കൂടെ കയറാം. അറിയാലോ, മോൾ ഓഫ് ട്രാവൻകൂർ. അപ്പോൾ MOTയിലും കൂടെ കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ് ഇവിടെ എപ്പോഴും. പിന്നെ സിഗ്നൽ നോക്കി നമ്മൾ കിടക്കുമായിരുന്നു.
ഇതാണ് MOT മാൾ ഓഫ് ട്രാവൻകൂർ. ഇനി ഇത് വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേലോട്ടാണ് കയറ്റി വിടുന്നത്. ഇവിടെ പിന്നെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയോ അല്ല എന്തെങ്കിലും ബില്ല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിരിക്കും പാർക്കിങ്. ലുലു മാളിൽ പക്ഷെ അങ്ങനെയല്ല, അത് പെർ അവർ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് ആയിട്ട് എമൗണ്ട് ഉണ്ട്. നമ്മൾ ബില്ലുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കിയാൽ എയർപോർട്ട് കാണാം കേട്ടോ, ട്രിവാൻഡ്രം. ഇതാണ് നമ്മളെ MOTയുടെ ഫുഡ് സ്പേസ്, ഫുഡ് കോർട്ടാണ്. അത് കണ്ട് ഇവിടെ റൈറ്റ് സൈഡ് കാണുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെയൊക്കെ കണ്ടിട്ട് പയ്യ എസ്കലേറ്ററിൽ താഴോട്ട് ഇറങ്ങി. നമ്മൾ മെയിൻലി വന്നത് ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിലൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാമചന്ദ്രൻ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങി. ടൈം ഇപ്പോൾ 9 മണിയാവാറായിട്ടോ. അങ്ങനെ ഞങ്ങൾ പയ്യെ MOTക്ക് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്കുള്ള വഴിയെ പോവാണ്. ഇതിൻ്റെ MOTയോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത് നമ്മൾ എയർപോർട്ട്. ലുലു മാളിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി ഒരു വ്ളോഗുമായിട്ട് പിന്നെ